ഹായ്, ജംബു ഹോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ഡൈനാമിക് റൗട്ടിംഗ് പ്രോട്ടോക്കോളിനെ കുറിച്ചായിരുന്നു. സ്റ്റാറ്റിക് കഴിഞ്ഞിരുന്നു, ഡിഫാൾട്ട് കഴിഞ്ഞിരുന്നു, ഡൈനാമിക്കിൻ്റെ കുറച്ച് തിയറി ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ എന്താണ് ഡൈനാമിക് റൗട്ടിംഗ് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ, ഡൈനാമിക് റൗട്ടിംഗ് പ്രോട്ടോക്കോളിൽ ഒരു റൂട്ടർ തൻ്റെ നെറ്റ്വർക്കിൻ്റെ ഇൻഫർമേഷൻ തൊട്ടടുത്ത നൈബറിന് കൊടുക്കും. അതേപോലെ നൈബറിൻ്റെ കയ്യിലിരിക്കുന്ന ഇൻഫർമേഷൻ ഇങ്ങോട്ടുള്ള റൂട്ടറിനും തരും. ഇങ്ങനെ ഇവർ റൂട്ടിംഗ് ടേബിൾ അപ്ഡേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ശരിക്കും ഡൈനാമിക് റൗട്ടിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഡൈനാമിക് റൗട്ടിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു നൈബറുമായിട്ട് ഇവർ എന്ത് ചെയ്യണം, ഒരു അഡ്ജസൻസി ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അഡ്ജസൻസി എന്ന് പറഞ്ഞാൽ ഒരു നൈബർഷിപ്പ്. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു ആൾക്കാർ താമസം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അവർ പോയിട്ട് പരിചയപ്പെടും. അങ്ങനെ നമ്മുടെ അയൽക്കാരാണ് അവർ. അപ്പോൾ അവരുമായിട്ട് നമ്മളൊരു ബന്ധം സ്ഥാപിക്കും. അതിനുശേഷം പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിങ്സും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഒരു റൂട്ടർ അതിൻ്റെ നൈബറിന് ആദ്യം ഒരു നൈബർഷിപ്പ് അഡ്ജസൻസി ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ അഡ്ജസൻസി ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ആ റൂട്ടറിൻ്റെ ഇൻഫർമേഷൻ എല്ലാം മേടിക്കുന്നു. ഈ റൂട്ടർ ഇവരുടെ ഇൻഫർമേഷനും അങ്ങനെ കൊടുക്കുന്നു. അങ്ങനെയാണ് ഇവരുടെ റൂട്ടിംഗ് ടേബിൾ ഡെസ്റ്റിനേഷനോട് എത്താനുള്ള വഴി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ശരിക്കും ഡൈനാമിക് റൂട്ടിങ്ങിൽ നടക്കുന്നത്. അപ്പോൾ ആദ്യം നൈബർഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തത് എന്ത് ചെയ്യുന്നു, ഇവർക്ക് ഈ ടേബിളൊക്കെ കിട്ടിയതിന് ശേഷം ഇവർ മെട്രിക്കൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ബെസ്റ്റ് റൂട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് മെട്രിക്കിനെ അടിസ്ഥാനമാക്കിയിട്ട് ഇവർ ബെസ്റ്റ് റൂട്ട് കണ്ടെത്തുന്നു. ആ ബെസ്റ്റ് റൂട്ട് ഇവരുടെ റൂട്ടിംഗ് ടേബിളിൽ എന്ത് ചെയ്യുന്നു, സൂക്ഷിച്ചു വെക്കുന്നു. അങ്ങനെ എല്ലാ റൂട്ടറുകൾക്കും ഡെസ്റ്റിനേഷനിലോട്ട് പോകാനുള്ള ബെസ്റ്റ് റൂട്ട് കിട്ടും. ഇതാണ് ശരിക്കും ഡൈനാമിക്കിൽ നടക്കുന്നത്. അപ്പോൾ ഡൈനാമിക് റൂട്ടിംഗ് ആണ് ശരിക്കും വൈഡ്ലി നമ്മൾ നമ്മുടെ നെറ്റ്വർക്കിലെല്ലാം യൂസ് ചെയ്യാറുള്ളത്. സ്റ്റാറ്റിക്കും ഡിഫാൾട്ടിനെ അപേക്ഷിച്ച് ഡൈനാമിക് ആണ് യൂസ് ചെയ്യാറുള്ളത്. ഡൈനാമിക് റൂട്ടിങ്ങിൽ 2 കാറ്റഗറി ഉണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് 2 കാറ്റഗറി പറഞ്ഞിരുന്നത്? ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് IGP ആണ്, ഇന്റീരിയർ ഗേറ്റ്വേ റൂട്ടിംഗ് പ്രോട്ടോക്കോളും. ഒന്ന് EGP ആണ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. IGP എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഓട്ടോണമസ് സിസ്റ്റത്തിലാണ്. EGP എന്ന് പറഞ്ഞാൽ എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊരു ഓട്ടോണമസ് സിസ്റ്റം, ഇതുവാണെങ്കിൽ ഇതിനെ പരസ്പരം കണക്ട് ചെയ്യാനുള്ളതാണ് ഏത്, EGP എന്ന് പറയുന്നത്. നമുക്ക് CCNയിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഏതിനെ കുറിച്ചാണ്, IGP കുറിച്ചാണ്. എന്നുവെച്ചാൽ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു ഹെഡ് ഓഫീസ്, അതിൻ്റെ കീഴിലുള്ള ഒരു ബ്രാഞ്ച്. ഇപ്പോൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ആയിട്ട് ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ നെറ്റ്വർക്കോ ഏതെങ്കിലും എടുത്താൽ അവർക്കൊരു ഹെഡ് ഓഫീസ് ഉണ്ടാവും, അവർക്ക് നിറയെ ബ്രാഞ്ചുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഹെഡ് ഓഫീസിലിരിക്കുന്ന സിസ്റ്റങ്ങളെയും ബ്രാഞ്ചിലിരിക്കുന്ന നെറ്റ്വർക്ക് സിസ്റ്റങ്ങളെയും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യണം. കാരണം ഹെഡ് ഓഫീസിലായിരിക്കും സർവർ ഉണ്ടാകുക, ബ്രാഞ്ചിലെല്ലാം ഉണ്ടാകുന്നത് നോർമൽ സിസ്റ്റങ്ങളായിരിക്കും. അപ്പോൾ ഈ സർവർ സിസ്റ്റം എന്ത് ചെയ്യണം, ഈ ബ്രാഞ്ചിലിരിക്കുന്ന ക്ലൈന്റ് സിസ്റ്റങ്ങൾ, അതിനെ ക്ലൈന്റ് എന്നാ വിളിക്കുക, ഈ ക്ലൈന്റ് സിസ്റ്റങ്ങൾ സർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ബ്രാഞ്ചും അതേപോലെ തന്നെ ഹെഡ് ഓഫീസും തമ്മിൽ എന്ത് വേണം, ഒരു കണക്ഷൻ വേണം. ആ ഒരു കണക്ഷൻ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് CCNAയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് IGP കുറിച്ച് പറയാം. IGP എന്ന് പറഞ്ഞാൽ ഇന്റീരിയർ ഗേറ്റ്വേ റൂട്ടിംഗ് പ്രോട്ടോകോൾ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവരുടെ നൈബറിന് ഇവരുടെ ടേബിളും കാര്യങ്ങളൊക്കെ കൈമാറുന്നു പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ കൈമാറിയിട്ട് ഇവർ ബെസ്റ്റ് റൂട്ട് കണ്ടെത്തും അല്ലേ. ഈ ബെസ്റ്റ് റൂട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവരൊരു അൽഗോരിതം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു ഡൗട്ടാണ്, എന്താണ് അൽഗോരിതം? ചിലപ്പോൾ നിങ്ങളൊക്കെ അൽഗോരിതം ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവും. അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട വഴികളെയാണ് ശരിക്കും നമ്മൾ അൽഗോരിതം എന്ന് പറയുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്കിപ്പോൾ ഒരു ചായ വെക്കണം എന്ന് വിചാരിക്കാം. ചായ വെക്കാനൊരു അൽഗോരിതം ഉണ്ട്. ആദ്യം സ്റ്റൗ ഓൺ ആക്കുക, പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് വെള്ളം വെക്കുക, സ്റ്റൗ കത്തിച്ചിട്ട് വെള്ളം വെക്കുക. അതിനുശേഷം ആ വെള്ളം തിളച്ച് വരുമ്പോൾ എന്താ പറയുക, അതിലോട്ട് ചായപ്പൊടി ഇടുക. അതിനുശേഷം പാലൊഴിച്ച് ഒന്നും കൂടെ എന്ത് ചെയ്യുക, തിളപ്പിക്കുക. അതിനുശേഷം എടുത്തതിന് ശേഷം പഞ്ചസാര ഇടുക. അങ്ങനെ അതിനൊരു എന്താ പറയുക, ഒരു അൽഗോരിതം ഉണ്ട് അല്ലേ. ഇപ്പം ഞാൻ ചായ വെച്ച് ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യണം എന്നൊരു അൽഗോരിതം ഉണ്ടല്ലോ. അതേപോലെ ഇപ്പം IGPയിൽ ഇവർ ബെസ്റ്റ് റൂട്ട് കണ്ടെത്തണം. ഇപ്പോൾ ഒരു ഡെസ്റ്റിനേഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ റൂട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അതിന് ബെസ്റ്റ് റൂട്ട് കണ്ടെത്തണം എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ ബെസ്റ്റ് റൂട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവരൊരു അൽഗോരിതം യൂസ് ചെയ്യും. ആ അൽഗോരിതം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ബെസ്റ്റ് റൂട്ട് കണ്ടെത്തേണ്ടത് എന്നുള്ളത് ഒരു സ്റ്റെപ്പ് വൈസ് ആയിട്ടാണ് ഇവർ നോക്കുക.
അതിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് വിളിക്കുക. അപ്പൊ IGP-യിൽ ഇവർ ബെസ്റ്റ് റൂട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവർ എന്തൊക്കെ അൽഗോരിതങ്ങളാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. IGP-യിൽ 2 അൽഗോരിതമാണ് IGP-യിൽ ഉള്ളത്. ഒന്ന് ഡിസ്റ്റൻസ് വെക്ടർ എന്ന് പറയുന്ന ഒരു അൽഗോരിതം ഉണ്ട്. ഡിസ്റ്റൻസ് വെക്ടർ. രണ്ടാമത്തെ അൽഗോരിതമാണ് ലിങ്ക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ലിങ്ക് സ്റ്റേറ്റ്, ഡിസ്റ്റൻസ് വെക്ടർ റൗട്ടിംഗ് പ്രോട്ടോകോൾ. ഇതൊരു അൽഗോരിതമാണ്. ലിങ്ക് സ്റ്റേറ്റ് റൗട്ടിംഗ് പ്രോട്ടോകോൾ, ഇത് അടുത്തൊരു അൽഗോരിതമാണ്. ഈ 2 അൽഗോരിതങ്ങൾ യൂസ് ചെയ്തിട്ട്, രണ്ടും ഒരുമിച്ച് ചെയ്യില്ല കേട്ടോ, ഇതിൽ ഏത് അൽഗോരിതം യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഡിസ്റ്റൻസ് വെക്ടർ യൂസ് ചെയ്യണോ, ലിങ്ക് സ്റ്റേറ്റ് യൂസ് ചെയ്യണോ എന്നുള്ളത്. ഓക്കെ, നമ്മൾ ആ അൽഗോരിതം ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. അൽഗോരിതം വെച്ച് നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മളൊന്നും കണ്ടുപിടിച്ച് ബെസ്റ്റ് റൂട്ടൊന്നും ചെയ്യേണ്ട, അതൊക്കെ റൂട്ടർ ചെയ്തോളും. പക്ഷെ ഈ 2 അൽഗോരിതം, ഒന്ന് ഡിസ്റ്റൻസ് വെക്ടറും രണ്ടാമത്തെ ലിങ്ക് സ്റ്റേറ്റും, ഈ 2 അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ബെസ്റ്റ് റൂട്ട് കണ്ടെത്തുന്നത്. അപ്പോൾ നമുക്ക് ഈ 2 അൽഗോരിതത്തെ കുറിച്ചും പഠിക്കാനുണ്ട്. ഡിസ്റ്റൻസ് വെക്ടർ എന്താണ്, അതേപോലെ ലിങ്ക് സ്റ്റേറ്റ് എന്താണ് എന്നുള്ളത്. അപ്പോൾ കൺഫ്യൂഷൻ വരണ്ട. ഡൈനാമിക് റൂട്ടിങ്ങിൽ 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് IGP-യും ഒന്ന് EGP എന്ന് പറയുന്നതും. IGP എന്ന് പറഞ്ഞാൽ സിംഗിൾ ഓട്ടോണമസ് സിസ്റ്റത്തെയും EGP എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഓട്ടോണമസ് സിസ്റ്റങ്ങളെയും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ IGP-യിൽ ഏത് അൽഗോരിതമാണ് യൂസ് ചെയ്യുന്നത് ബെസ്റ്റ് റൂട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട്, IGP-യെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. IGP-യിൽ ഒന്ന് ഡിസ്റ്റൻസ് വെക്ടർ റൗട്ടിംഗ് പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു അൽഗോരിതവും രണ്ടാമത്തത് ലിങ്ക് സ്റ്റേറ്റ് റൗട്ടിംഗ് പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു അൽഗോരിതവും. ഈ 2 അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ്, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് ഇവർ ബെസ്റ്റ് റൂട്ട് എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു. നമുക്കിതിൽ ആദ്യം ഡിസ്റ്റൻസ് വെക്ടർ റൗട്ടിംഗ് പ്രോട്ടോകോളിനെ കുറിച്ച് നോക്കാം. എന്താണ് ഡിസ്റ്റൻസ് വെക്ടർ റൗട്ടിംഗ് പ്രോട്ടോകോൾ എന്നുള്ളത്? ഓക്കെ, ഈ ഡിസ്റ്റൻസ് വെക്ടർ റൗട്ടിംഗ് പ്രോട്ടോകോൾ എന്നത് ലിങ്ക് സ്റ്റേറ്റ് റൗട്ടിംഗ് പ്രോട്ടോകോൾ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതാണ് ഈ ഡിസ്റ്റൻസ് വെക്ടർ എന്ന് പറയുന്നത്. അതൊരു അൽഗോരിതമാണ് അല്ലേ. ഈ ഡിസ്റ്റൻസ് വെക്ടർ എന്ന് പറയുന്ന ഈ ഒരു അൽഗോരിതം, ഈ ഒരു റൗട്ടിംഗ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് എന്താ പറയുക, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോണത്. ഇത് ശരിക്കും ഇത് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് വെക്ടർ എന്ന് പറയുന്നത് കൊണ്ടുവന്നത് ശരിക്കും സിസ്കോയാണ്. സിസ്കോയുടെ പ്രൊപ്രൈറ്ററി എന്ന് വിളിക്കാം. സിസ്കോയുടെ പ്രൊപ്രൈറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്കോയുടെ പ്രൊപ്രൈറ്ററി എന്ന് പറഞ്ഞാൽ സിസ്കോയുടെ റൂട്ടറുകളിൽ മാത്രമേ നമുക്ക് ആ ഒരു റൗട്ടിംഗ് പ്രോട്ടോകോൾ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. അത് ഫസ്റ്റ് ഡിസ്റ്റൻസ് വെക്ടറിൻ്റെ. അപ്പോൾ ഡിസ്റ്റൻസ് വെക്ടർ കൊണ്ടുവന്നത് തന്നെ സിസ്കോ ആണ്, സിസ്കോയുടെ പ്രൊപ്രൈറ്ററി ആണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമുക്ക് ഒരു ഹെഡ് ഓഫീസ് ഉണ്ട്, നമുക്കൊരു 4-5 ബ്രാഞ്ച് ഓഫീസ് ഉണ്ട്. അപ്പോൾ ഈ ബ്രാഞ്ചിലെല്ലാം സിസ്കോടെയാണ് യൂസ് ചെയ്യുന്ന റൂട്ടർ. ഹെഡ് ഓഫീസിനും സിസ്കോടെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല. കാരണം ഡിസ്റ്റൻസ് വെക്ടർ സിസ്കോയുടെ പ്രൊപ്രൈറ്ററി ആയിരുന്നു ആദ്യം എന്നാണ് പറയുന്നത്, ഇപ്പം അല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എന്നിട്ട് അപ്പോൾ നമുക്ക് വേറെ കമ്പനിയുടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ HP-യുടെയോ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ജുനീപ്പറിൻ്റെ റൂട്ടറൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം ഡിസ്റ്റൻസ് വെക്ടർ എന്ന് പറയുന്നത് സിസ്കോയുടെ പ്രൊപ്രൈറ്ററി ആയതുകൊണ്ട് സിസ്കോയുടെ റൂട്ടറുകളിൽ മാത്രമേ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് ആക്കി. ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ മറ്റ് വെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ജുനീപ്പർ പോലുള്ളതാണ് മറ്റു വെൻഡേഴ്സിന്റെ റൂട്ടറുകളിലൂടെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് പിന്നെ അത് ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡായി മാറുകയാണ് ചെയ്തത്. എക്സാമ്പിളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഡിസ്റ്റൻസ് വെക്ടർ എന്താണ് എന്നുള്ളതാണ്. ലിങ്ക് സ്റ്റേറ്റ് റൗട്ടിംഗ് പ്രോട്ടോകോളിന് മുമ്പ് കൊണ്ടുവന്നതാണ് ഡിസ്റ്റൻസ് വെക്ടർ. മുമ്പ് ഉണ്ടായിരുന്നു എന്നല്ല, മുമ്പ് കൊണ്ടുവന്നതാണ്. ഇപ്പോഴും ഡിസ്റ്റൻസ് വെക്ടറിൽ നമുക്ക് റൂട്ടിംഗ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഡിസ്റ്റൻസ് വെക്ടറിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ ഡിസ്റ്റൻസ് വെക്ടർ റൗട്ടിംഗ് പ്രോട്ടോകോൾ എന്താ ചെയ്യുന്നത്? ഇത് ഇവരുടെ ഒരു റൂട്ടർ, ആ റൂട്ടറിന്റെ കയ്യിൽ നേരിട്ട് കണക്ട് ചെയ്ത നെറ്റ്വർക്ക്. ഇപ്പോൾ ഒരു റൂട്ടറിന്റെ കയ്യിൽ ആദ്യം ഉണ്ടാകുന്നത് എന്താ, റൂട്ടിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു റൂട്ടറിന്റെ കയ്യിൽ ആകെ ഉണ്ടാകുന്നത് അവരുടെ നെറ്റ്വർക്കിന്റെ ഇൻഫർമേഷൻ മാത്രമാണ്. ഞാൻ ഇതിന് മുമ്പുള്ള നമ്മൾ സ്റ്റാറ്റിക് ഒക്കെ ചെയ്തു തുടങ്ങുന്ന സമയത്ത് ഷോ IP റൂട്ട് എന്ന് പറയുന്ന ഒരു കമന്റ് ഉണ്ട്. ഷോ IP റൂട്ട് എന്ന് പറയുന്ന ഒരു കമന്റിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ആ കമന്റ് അടിച്ചിട്ട് ഞാൻ കാണിക്കുന്നുണ്ടായിരുന്നു, ഒരു റൂട്ടറിന്റെ കയ്യിൽ റൂട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ആ റൂട്ടറിന്റെ കയ്യിൽ ആകെ ഉണ്ടാകുന്നത് ആ റൂട്ടറുമായിട്ട് കണക്ട് ചെയ്ത നെറ്റ്വർക്കിന്റെ ഡീറ്റെയിൽസ് മാത്രമാണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് വെക്ടറിൽ എന്താ നടക്കുന്നത്? ഒരു റൂട്ടർ, ആ റൂട്ടറിന്റെ കയ്യിലിരിക്കുന്ന ഇൻഫർമേഷൻ, ആ റൂട്ടറിന്റെ കയ്യിൽ ആകെ എന്താ, ആ റൂട്ടറുമായിട്ട് കണക്ട് ചെയ്ത നെറ്റ്വർക്കിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവുക അല്ലെ. ആ ഇൻഫർമേഷൻ
എന്ത് ചെയ്യുന്നു, നൈബറിന് അയച്ചു കൊടുക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നടക്കുന്ന അങ്ങനെ ഡിസ്റ്റൻസ് വെക്ടറിൽ അങ്ങനെയാണ്. ഒരു റൂട്ടർ ആ റൂട്ടറിന്റെ കയ്യിലിരിക്കുന്ന ഇൻഫർമേഷൻ, ഓക്കെ, അതെന്ത് ചെയ്യുന്നു, അതുമായിട്ട് കണക്ട് ചെയ്ത് അതിന്റെ നൈബറിന് എന്ത് ചെയ്യുന്നു, ഡയറക്ട്ലി കണക്ട് ചെയ്ത നൈബറിന് അയച്ചു കൊടുക്കും. എന്തൊക്കെ ഇൻഫർമേഷൻ അയക്കുക? ഒന്ന്, അവർക്ക് അറിയാവുന്ന ഡെസ്റ്റിനേഷൻ, അതിന്റെ സ്വന്തം നെറ്റ്വർക്കിന്റെ ഡീറ്റെയിൽസ്. പിന്നെന്താ നടക്കുക? ദെയർ മെട്രിക് ടു റീച്ച് ദെയർ നോൺ ഡെസ്റ്റിനേഷൻ നെറ്റ്വർക്ക്. എന്താണ്? ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇവരുടെ കയ്യിൽ അയച്ചു കൊടുക്കുമ്പോൾ, ഇപ്പോൾ ഇതൊരു റൂട്ടറാണ്, ഇത് വേറെ റൂട്ടറാണ്, ഇത് വേറെ റൂട്ടറാണ്. ഓക്കെ, ഇങ്ങനെ റൂട്ടറിനെ കണക്ട് ചെയ്തു. ഈ റൂട്ടറിന്റെ കയ്യിലുള്ള ഇൻഫർമേഷനാണ് ഇവർക്ക് അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. ഈ റൂട്ടർ ഇവരുടെ ഇൻഫർമേഷനും അയച്ചു കൊടുക്കും. അപ്പോൾ ഇവർക്കൊരു ലാൻ ഉണ്ട്, ഇവരൊരു ലാൻ ഉണ്ട്, ഇവിടെ ഒരു ലാൻ ഉണ്ട്. ഇത് ലാനാണ് കേട്ടോ. അപ്പോൾ ഈ റൂട്ടർ എന്തൊക്കെ ഇൻഫർമേഷൻ അയച്ചു കൊടുക്കുക? ഇത് എൻ്റെ സ്വന്തം നെറ്റ്വർക്കാണ്, ഇങ്ങോട്ടുള്ള ഡാറ്റകളൊക്കെ വന്ന് എനിക്ക് അയച്ചാൽ മതി, ഇതെൻ്റെ സ്വന്തം നെറ്റ്വർക്കാന്നുള്ള കാര്യമാണ് ഇങ്ങോട്ട് അയച്ചു കൊടുക്കുക. അപ്പോൾ ഈ റൂട്ടറിന്റെ കയ്യിൽ നിലവിൽ ഈ റൂട്ടറിന്റെ കയ്യിൽ എന്തുണ്ട്? ഈ ഒരു എന്താ പറയാ, സ്വന്തം നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ ഈ റൂട്ടറിന് മനസ്സിലായി ഈ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എൻ്റെ നൈബറിന്റെ നെറ്റ്വർക്കാണെന്ന് മനസ്സിലായി അല്ലേ? ഈ റൂട്ടർ ഇതിന്റെ ഇൻഫർമേഷൻ ഇങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടാവും, എൻ്റെ സ്വന്തം നെറ്റ്വർക്ക് ഇതാണെന്നൊക്കെ. ഈ റൂട്ടർ ഇവരുടെ നൈബറിന് അയച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ഈ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ ഇപ്പൊ ഈ നെറ്റ്വർക്കിന് എക്സാമ്പിൾ ചെയ്താൽ 10.0.0.0 എന്ന് പറഞ്ഞ നെറ്റ്വർക്കാണ് ഇതെന്ന് വിചാരിക്കാം. അപ്പൊ ഈ റൂട്ടർ ഇവർക്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് എൻ്റെ സ്വന്തം നെറ്റ്വർക്ക് ഇതാണ്, അതേപോലെ 10.0.0 എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് എനിക്കറിയാം, അറിയാവുന്ന നെറ്റ്വർക്കാണ്, സ്വന്തം നെറ്റ്വർക്ക് അല്ല, അറിയാവുന്ന നെറ്റ്വർക്കാണ്. അതിന്റെ മെട്രിക് എന്ന് പറയുന്നത് 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റൂട്ടർ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഡെസ്റ്റിനേഷൻ എത്തും. ഓക്കെ, അപ്പോൾ ഒരു നെറ്റ്വർക്കിന്റെ അകലം, എൻ്റെ തൊട്ട അയൽവക്കത്തിരിക്കുന്ന നെറ്റ്വർക്കാണ് ഇത് എന്നുള്ള ഇൻഫർമേഷൻ കൂടി ഈ റൂട്ടർ എന്ത് ചെയ്യും, ഇവർക്ക് അയച്ചു കൊടുക്കും. ഓക്കെ, അതേപോലെ ഇവരുടെ ഡീറ്റെയിൽസ് ഇങ്ങോട്ട് അയക്കും. ഇതിന്റെ അപ്പുറത്തൊരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ എൻ്റെ അപ്പുറത്തൊരു നെറ്റ്വർക്ക് ഉണ്ട്, അതിലേക്ക് പോകാനുള്ള മെട്രിക് വാല്യൂ 1 ആണ് എന്നുള്ള ഇൻഫർമേഷൻ ഈ റൂട്ടർ ഇവർക്കും എന്ത് ചെയ്യുന്നു, അയച്ചു കൊടുക്കും. ഓക്കെ, അങ്ങനെ ഇവരെന്ത് ചെയ്യും, ഇവരുടെ സ്വന്തം നെറ്റ്വർക്കും അയച്ചു കൊടുക്കും. അതേപോലെ തന്നെ ഡെസ്റ്റിനേഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ട് എൻ്റെ നൈബർ, എനിക്ക് അറിയാവുന്ന നെറ്റ്വർക്കിന്റെ ഡീറ്റെയിൽസും എന്ത് ചെയ്യും, നൈബറിനെ അയച്ചു കൊടുക്കും. ഓക്കെ, ഇങ്ങനെ ഈ ഒരു റൂട്ടർ അതിന്റെ സ്വന്തം നെറ്റ്വർക്കും അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും അറിയാവുന്ന നെറ്റ്വർക്കിന്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതുകൂടി നൈബറിന് അയച്ചു കൊടുക്കുമല്ലോ. ഇങ്ങനെ അയച്ചു കൊടുക്കുന്നതിന് ശരിക്കും നമ്മൾ പറയുന്ന പേര് എന്ന് പറഞ്ഞാൽ റൗട്ടിംഗ് ബൈ റൂമർ എന്നാണ്. റൗട്ടിംഗ് ബൈ റൂമർ, അതാണ് ശരിക്കും ഡിസ്റ്റൻസ് വെക്ടറിൽ നടക്കുന്നത്. റൂട്ടിംഗ് ബൈ റൂമർ എന്ന് പറയും. കാരണം എന്താ, ഈ ഒരു ഇതിപ്പോ നൈബറിന് അയച്ചു കൊടുക്കുന്ന റൂട്ടറിന് ഒന്ന് അതിന്റെ സ്വന്തം നെറ്റ്വർക്ക് അറിയാം, സ്വന്തം നെറ്റ്വർക്ക് അറിയാമെങ്കിൽ അറിയും, ആ നെറ്റ്വർക്കും അയച്ചു കൊടുക്കും. പിന്നെന്താണ്, എനിക്ക് ഇങ്ങനൊരു അയൽക്കാരൻ കൂടി ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന ഒരു റിയൽ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് ഒരു 3 ആൾക്കാർ, ഓക്കെ, ഇവർ അയൽക്കാരാണ്. ഇതൊരാളാണ്, ഇത് വേറൊരാള്, ഇത് വേറൊരാൾ, ഇവിടെ വേറൊരാളുണ്ടെന്ന് നോക്കുക. ഓക്കെ, 4 പേര്. അപ്പൊ ഇയാളുടെ അയൽക്കാരനാണ് ഇയാളുടെ അയൽക്കാരനാണ് ഇയാൾക്ക് 2 അയൽക്കാരനുണ്ട്, ഒന്ന് ഇതും. ഓക്കെ, അതേപോലെ ഇയാൾക്ക് 2 അയൽക്കാരനുണ്ട്, ഒന്നിതും ഒന്നിതും. ഇയാളുടെ അയൽക്കാരനാണ് ഇത്. ഓക്കെ ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇപ്പൊ ഇയാൾക്ക് ആകെ ഒരു അയൽക്കാരനുള്ളൂ, ഇയാൾ മാത്രം. ഇയാൾക്ക് 2 അയൽക്കാരനുണ്ട്, ഒന്ന് ഇയാളും ഉണ്ട്, ഒന്ന് ഇവിടെ ഉണ്ട്. ഈ ഒരു ആൾക്ക്, മൂന്നാമതുള്ള ആൾക്ക് ഇതിപ്പോ 2 എന്ന് കൊടുക്കാം, ഇതൊന്നും കൊടുക്കാം, ഇത് 4 എന്ന് കൊടുക്കാം. മൂന്നാമതുള്ള ഒരാൾക്ക് 2 അയൽക്കാരനുണ്ട്, 2 അയൽക്കാരനാണ്, 4 അയൽക്കാരനാണ്. 4ാമത്തെ ആൾക്ക് ഒരു അയൽക്കാരനുള്ളൂ അല്ലെ. അപ്പൊ ഇവർ അയൽക്കാരായി നൈബർഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇപ്പൊ ഈ റൂട്ടർ പറയാണ്, ഈ റൂട്ടറിന്റെ സ്വന്തം വീട്ടിലെ കാര്യങ്ങളും സ്വന്തം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽസും വീട്ടിൽ എത്ര പേരുണ്ട് അങ്ങനെയുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് ഇങ്ങോട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് കിട്ടി, ഇത് നൈബർ അല്ലേ, നൈബറിന് കിട്ടി. ഇയാൾ എന്ത് ചെയ്യും, ഇയാളുടെ ഡീറ്റെയിൽസ്, ഇയാളുടെ ഫാമിലി ഡീറ്റെയിൽസ്, ഇയാളുടെ എല്ലാ കാര്യങ്ങളും ആർക്ക് അയച്ചു കൊടുക്കും, ഇയാളുടെ നൈബറിന് ഇതിന് അയച്ചു കൊടുക്കും. അതേപോലെ ഇപ്പൊ ഇയാളുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഇയാൾ എന്താ ചെയ്യണമെന്ന് അറിയോ, ഇയാളുടെ ഡീറ്റെയിൽസ് മാത്രം, ഈ ആളുടെ ഡീറ്റെയിൽസ് മാത്രമല്ല അയച്ചു കൊടുക്കുന്നത്. ഇപ്പൊ ഇയാൾക്ക് ഈ ഒരു നൈബറില്ലേ, ഈ ഒരു നൈബറിന്റെ മൊത്തം ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുന്നില്ല. എനിക്ക് ഇങ്ങനൊരു അയൽക്കാരനുണ്ട്, ഈ അയൽക്കാരനോട് നിനക്ക് എന്തെങ്കിലും, ഇപ്പൊ ഇയാളോട് പറയാണ്, ഈ 1ാമത്തെ ആളോട് 2ാമത്തെ ആൾ പറയാണ്,
എനിക്ക് ഒരു അയൽക്കാരനുണ്ട്, എൻ്റെ അപ്പുറത്തൊരു അയൽക്കാരനുണ്ട്, ആ അയൽക്കാരനോട് നിനക്ക് എന്തെങ്കിലും കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ ആ അയൽക്കാരനോട് പറഞ്ഞോളാം, കാരണം അയാൾ എൻ്റെ അയൽക്കാരനാണ്. ഓക്കെ. അതേപോലെ ഇപ്പൊ ഇതില്ലേ, ഈ 4ാമത്തെ റൂട്ടർ അതിന്റെ ഇൻഫർമേഷൻ ഇങ്ങോട്ട് അയച്ചു കൊടുക്കില്ലേ, അതേപോലെ 3ാമത്തെ ആൾ അങ്ങോട്ട് അയച്ചു കൊടുക്കില്ലേ. അപ്പൊ ഈ 3ാമത്തെ ആൾ എന്താ പറയാ, എനിക്ക് 2ാമത്തെ ഒരാളുണ്ട്, അയാളുടെ ഇപ്പൊ 3ാമത്തെ ആള് 4ാമത്തെ ആളോട് പറയാ, എനിക്ക് എൻ്റെ തൊട്ടിപ്പുറത്ത് വേറൊരു അയൽക്കാരനുണ്ട്, 2 എന്നാണ് അയാളുടെ പേര്, 4ാം നമ്പറിന്റെ അടുത്ത് പറയാണ് 3ാം നമ്പർ, 2ലോട്ട് നിനക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, കാരണം 3 എൻ്റെ അയൽക്കാരനാണ്, അല്ലെ. അപ്പൊ ഈ 2 അതേപോലെ 3 എന്ത് ചെയ്യും, 2ന്റെ അടുത്തും ഇങ്ങനെ പറയും. അപ്പൊ ഈ 2 എന്ത് ചെയ്യുന്ന അറിയോ, 1ന്റെ അടുത്ത് പറയേ, എന്റെ അയൽക്കാരൻ 3 എന്ന് പറയുന്ന തൊട്ടെന്റെ അയൽക്കാരനുണ്ട് 3, ആ 3ന് വേറൊരു അയൽക്കാരനുണ്ട് 4 അപ്പുറത്ത്. ഓക്കെ. അപ്പോൾ നിനക്ക് 4നോട് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് താ, ഞാൻ എന്ത് ചെയ്യാ, 3ാം നമ്പറിന്റെ അടുത്ത് കൊടുത്തോളാം, 3ാം നമ്പർ എൻ്റെ അയൽക്കാരനാണല്ലോ, ആ 3ാം നമ്പർ എന്ത് ചെയ്തോളും, അത് 4ാം നമ്പറിലോട്ട് കൊടുത്തോളും. ഓക്കെ. അപ്പൊ ശരിക്കും 1ാം നമ്പറിന് ഒരിക്കലും, ഈ 1ാമത്തെ റൂട്ടറിന് ഒരിക്കലും 3ാമത്തെ ആളെയോ അല്ലെങ്കിൽ 4ാമത്തെ ആളെയോ നേരിട്ട് അറിയില്ല. 2 പറഞ്ഞിട്ടുള്ള അറിവേ ഉള്ളൂ, അല്ലെ. 2ന് 4ന് ഒരിക്കലും അറിയില്ല, 3 പറഞ്ഞിട്ടുള്ള അറിവേ ഉള്ളൂ. എന്നിട്ട് ഇവര് എന്ത് ചെയ്യും, അങ്ങോട്ട് ഡാറ്റ വന്നാൽ നൈബറിന് അയച്ചു കൊടുക്കും. അതിനെയാണ് റൗട്ടിംഗ് ബൈ റൂമർ എന്ന് വിളിക്കുക. ഓക്കെ. നേരിട്ട് അറിയില്ലെങ്കിലും എന്ത് ചെയ്യും, ഈ നൈബറിന് എന്ത് ചെയ്യും, ഈ ഇൻഫർമേഷൻ, നൈബർ പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ ആണല്ലോ, ആ ഇൻഫർമേഷൻ പ്രകാരം നൈബറിന് ആ ഡാറ്റ അയച്ചു കൊടുക്കണം അപ്പുറത്തോട്ട് എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇതാണ് റൗട്ടിംഗ് ബൈ റൂമർ. ഇങ്ങനെയാണ് ഇവരുടെ റൗട്ടിംഗ് ടേബിൾ എന്ത് ചെയ്യുന്നത്, ഇവര് ക്രിയേറ്റ് ചെയ്യുന്നത്. നൈബർ ഡീറ്റെയിൽസ് പരസ്പരം കൈമാറി സ്വന്തം നെറ്റ്വർക്കും അയക്കും, അതേപോലെ അറിയാവുന്ന നെറ്റ്വർക്കിന്റെ ഡീറ്റെയിൽസും അയച്ചു കൊടുക്കും. അങ്ങനെയാണ് ഇവര് ഡിസ്റ്റൻസ് വെക്ടറിൽ ഇവര് റൂട്ടിംഗ് ടേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പൊ ഡിസ്റ്റൻസ് വെക്ടറിൽ 2 കാര്യം നോക്കുന്നത്. ഡിസ്റ്റൻസ് വെക്ടറിൽ എന്താ നോക്കുക, ഒന്ന് ഡിസ്റ്റൻസ്, ദൂരത്തെ മെട്രിക് എന്ന് വിളിക്കാം, വെക്ടർ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ. ഓക്കെ. ഈ 2 കാര്യങ്ങൾ. ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ വേറൊരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കണു. വേറൊരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. ഇപ്പോ ഇവിടെ ഒരാളുണ്ട്, ഇവിടെ വേറൊരു ആളുണ്ട്, ഇവിടെ വേറൊരാളുണ്ട്, ഇവിടെ വേറൊരാളുണ്ട്, ഇവിടെ വേറൊരാളുണ്ട്, ഇവിടെ വേറൊരാളുണ്ട്. ഓക്കെ. ഇയാളുടെ നൈബറാണിത്, ഇയാളുടെ നൈബറാണിത്, ഇയാളുടെ നൈബറാണിത്, പിന്നെ ഇയാളുടെ നൈബറാണിത്, ഇയാളുടെ നൈബറാണിത്. ഓക്കെ. ഇവിടെ ഒരാളുണ്ട്. അപ്പോൾ ഇയാളെ നമുക്ക് എ എന്ന് വിളിക്കാം, ഇയാളെ നമുക്ക് സെഡ് എന്ന് വിളിക്കാം. ഇപ്പം എക്ക് സെഡിലോട്ട് എത്തണം, എക്ക് സെഡിലോട്ട് എത്തണം. സ്വാഭാവികമായിട്ടും എക്ക് സെഡിലോട്ട് എത്താൻ ഇവിടെ 2 വഴിയുള്ളത്. ഒന്ന് ഇങ്ങനെ വന്ന്, ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ സഞ്ചരിച്ച്, ഇവിടുന്ന് ഇങ്ങനെ സഞ്ചരിച്ച്, ഇവിടുന്ന് ഇങ്ങനെ സഞ്ചരിച്ച് ഇങ്ങോട്ടെത്താം, ഇതൊരു വഴി. അല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ സഞ്ചരിച്ച്, ഒന്ന് ഇങ്ങനെ സഞ്ചരിച്ച് ഇങ്ങോട്ടെത്താം, 2 വഴി. ഓക്കെ. അപ്പോൾ 2 വഴികൾ കിട്ടിയില്ലേ. അപ്പോൾ ഒന്ന് നോക്കാം, മെട്രിക് നോക്കുന്ന പറഞ്ഞേ. ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് വഴിയിൽ ഇപ്പോൾ 1ാമത്തെ റൂട്ടറിനെ സെഡിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ, 1ാമത്തേന് സെഡിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 1ാമത്തേന് സെഡിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒന്ന് ഇത് വഴി പോവുകയാണെങ്കിൽ ഇവിടെ ഒരാള്, ഇവിടെ 2 ആള്, ഇവിടെ 3 ആള്, അപ്പോൾ ഹോപ്പ് എന്ന് പറയുന്നത് 3 ആണ്. ഈ വഴി പോവുകയാണെങ്കിലോ ഇവിടെ ഒരാള്, 2 ആള്, അപ്പോൾ ഇവിടെ ഹോപ്പ് എന്ന് പറയുന്നത് എത്രയാണ്, 2 ആണ്. ഓക്കെ. അപ്പോൾ ഡിസ്റ്റൻസ് നോക്കുമ്പോൾ ഒന്ന് 3 ആണ്, ഒന്ന് 2 ആണ്. ഏതാണ് ഏറ്റവും കുറവ്, മെട്രിക് കുറവുള്ള ഏതാണ്, 2. അപ്പോൾ 2ലൂടെയാണ് ഡാറ്റ അയക്കുക. ഇങ്ങനെ നോക്കിയിട്ടാണ് ഇവർ ഏറ്റവും കുറഞ്ഞ ഷോർട്ട് കട്ട് വഴി കണ്ടെത്തുന്നത്. എന്ത് നോക്കിയിട്ടാണ്, ഹോപ്പ് നോക്കിയിട്ടാണ്. ഹോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടിയിട്ട് എത്ര നെറ്റ്വർക്ക് കഴിഞ്ഞിട്ട് വേണം പോകാൻ, എത്ര റൂട്ടർ കഴിഞ്ഞിട്ട് വേണം പോകാൻ എന്നുള്ളതിനെയാണ് നമ്മൾ ഹോപ്പ് എന്ന് വിളിക്കുക. അപ്പോൾ ഏറ്റവും ഹോപ്പ് കുറവ്, ഏറ്റവും മെട്രിക് കുറഞ്ഞതിനെയാണ് ബെസ്റ്റ് റൂട്ടാക്കി കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഡിസ്റ്റൻസ് വെക്ടർ എന്ന് പറയുന്ന റൂട്ടിംഗ് പ്രോട്ടോക്കോളിൽ ഉള്ളത്. ഓക്കെ. അപ്പോൾ ഡിസ്റ്റൻസ് വെക്ടർ എന്ന് പറയുന്ന ഈ ഒരു അൽഗോരിതമാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ഡിസ്റ്റൻസ് വെക്ടർ എന്ന് പറയുന്ന അൽഗോരിതമാണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഡൈനാമിക് റൂട്ടിംഗ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോണത്. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് വെക്ടറിനെ കുറിച്ച് ഇതിൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നോക്കി. ഡിസ്റ്റൻസ് വെക്ടറിൽ റൂട്ടിംഗ് ബൈ റൂമറാണ്, ഒരു റൂട്ടർ അതിൻ്റെ നൈബറിന് അയച്ചു കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഇന്നതാണ് എന്നൊക്കെ നോക്കി അല്ലേ.
അങ്ങനെ ഡിസ്റ്റൻസ് വെക്ടറിലാണ് നമുക്ക് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ ഡൈനാമിക്കലി, ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞ ഡൈനാമിക്കലി ഐ ജി പിയിൽ ഒരു അൽഗോരിതമാണ് എന്ത് ഡിസ്റ്റൻസ് വെക്ടർ എന്ന് പറഞ്ഞു. ഐ ജി പിയിൽ വേറൊരു അൽഗോരിതം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു, എന്താണ് ലിങ്ക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു. ഈ ഡിസ്റ്റൻസ് വെക്ടർ ഉപയോഗിച്ചിട്ടല്ലേ റൂട്ടിംഗ് ടേബിൾ കണ്ടെത്തുന്നത്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട റൗട്ടിംഗ് ഏതാണ്? ഒന്ന് റിപ്പ് എന്ന് പറയും, രണ്ടാമത്തത് EIGRP എന്ന് പറയും. ഈ രണ്ട് റൗട്ടിംഗ് ആണ് നിങ്ങൾ ചെയ്താൽ, റിപ്പാണ് ചെയ്താലും അല്ലെങ്കിൽ EIGRP ചെയ്താലും നിങ്ങൾ എങ്ങനെയാണ് അവർ ബെസ്റ്റ് റൂട്ട് കണ്ടെത്തുന്നത്? ഈ ഡിസ്റ്റൻസ് വെക്ടർ എന്ന് പറയുന്ന അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് റിപ്പും ചെയ്യാം EIGRPയും ചെയ്യാം. ഇപ്പൊ റിപ്പിൽ 2 വെർഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു ഈ ഡിസ്റ്റൻസ് വെക്ടർ എന്ന് പറയുന്നത് ആദ്യം സിസ്കോയുടെ സ്വന്തം അൽഗോരിതം ആയിരുന്നു, ഡിസ്റ്റൻസ് വെക്ടർ റൗട്ടിംഗ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് റിപ്പ് വെർഷൻ 1 എന്ന് പറയുന്ന ഒരു വെർഷൻ ഉണ്ടായിരുന്നു. റിപ്പ് വെർഷൻ 1 ഇത് സിസ്കോയുടെ സ്വന്തമായിരുന്നു. അത് മാറ്റി അത് ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് ആക്കിയപ്പോൾ റിപ്പ് വെർഷൻ 2 എന്ന് പറയുന്നത് ഇറക്കി. ഇപ്പൊ റിപ്പിന് 2 വെർഷൻ ഉണ്ട്, റിപ്പ് വെർഷൻ 1 ഉണ്ട്, റിപ്പ് വെർഷൻ 2 ഉണ്ട്. രണ്ടും ചെയ്താലും എന്താവും? ഈ ഡിസ്റ്റൻസ് വെക്ടർ എന്ന് പറയുന്ന അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് ബെസ്റ്റ് റൂട്ട് കണ്ടെത്തുക. EIGRPയുടെ പണ്ട് ഉണ്ടായിരുന്നത് IGRP എന്നുള്ളതായിരുന്നു. IGRP എന്ന് പറഞ്ഞാൽ അത് സിസ്കോയുടെ പ്രൊപ്രൈറ്ററി പ്രോട്ടോകോൾ ആയിരുന്നു. അത് മാറി ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡിലോട്ട് മാറിയപ്പോഴാണ് EIGRP എന്ന് വന്നത്. റിപ്പ് എന്ന് പറഞ്ഞാൽ റൗട്ടിംഗ് ഇൻഫർമേഷൻ പ്രോട്ടോകോൾ എന്നുള്ളതാണ്. റിപ്പിന്റെ ഫുൾ ഫോം അതാണ്. റിപ്പ് റൗട്ടിംഗ് ഇൻഫർമേഷൻ പ്രോട്ടോകോൾ. ഓക്കെ, EIGRP എൻഹാൻസ്ഡ് ഇന്റീരിയർ റൗട്ടിംഗ് പ്രോട്ടോകോൾ. അപ്പോൾ ഇതിന് മുമ്പുണ്ടായിരുന്നത് EIGRPക്ക് മുമ്പുണ്ടായിരുന്ന IGRP ആയിരുന്നു. റിപ്പിൽ ഫസ്റ്റ് സിസ്കോയുടെ സ്വന്തം പ്രൊപ്രൈറ്ററി ആയിരുന്നു ഏത്? റിപ്പ് വെർഷൻ 1. അതിനുശേഷം അത് ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് ആയപ്പോൾ റിപ്പ് വെർഷൻ 2 വന്നു. അതേപോലെ IGRP സിസ്കോയുടെ പ്രൊപ്രൈറ്ററി ആയിരുന്നു, അത് ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് എല്ലാ റൂട്ടിംഗ് കമ്പനികളിലും എല്ലാ റൗട്ടേഴ്സിനും സപ്പോർട്ട് ചെയ്യണം, സിസ്കോയുടെ മാത്രമല്ല. അതുകൊണ്ട് EIGRPയിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഒന്ന് ഡിസ്റ്റൻസ് വെക്ടർ റൗട്ടിംഗ് പ്രോട്ടോകോൾ ആണെങ്കിൽ നിങ്ങൾക്ക് റിപ്പ് വെർഷൻ 1 ചെയ്യാം, റിപ്പ് വെർഷൻ 2 ചെയ്യാം, EIGRP ചെയ്യാം. റിപ്പ് വെർഷൻ 1 ചെയ്യുമ്പോൾ സിസ്കോയുടെ തന്നെ ആയിരിക്കണം എല്ലാ റൂട്ടറുകളും. ഓക്കെ, റിപ്പ് വെർഷൻ 2 ആണെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിനി റിപ്പ് വെർഷൻ 1 അതേപോലെ റിപ്പ് വെർഷൻ 2നെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ റിപ്പ് വെർഷനെ കുറിച്ച്, റിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൗട്ടിംഗ് ഇൻഫർമേഷൻ പ്രോട്ടോകോൾ എന്നുള്ളതാണ്. ഇതിൽ ഇവർ IGPയിൽ വെട്ടതാണ് അല്ലെ. IGPയിലെ ഡിസ്റ്റൻസ് വെക്ടർ എന്ന് പറയുന്ന അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് ഇവർ കണ്ടെത്തുന്നത്. ഇവരൊരു ഡെസ്റ്റിനേഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എത്ര റൂട്ടർ കഴിഞ്ഞിട്ടാണ് ഡെസ്റ്റിനേഷനിൽ എത്തേണ്ടത് എന്നുള്ളത്, അതിനാണ് ഹോപ്പ് എന്ന് വിളിക്കുക. ഇപ്പോൾ ഒരു ഡെസ്റ്റിനേഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരാൾക്ക്, എനിക്കിപ്പോൾ പാലക്കാട് നിന്ന് കോഴിക്കോടിനോട്ട് പോകണം. ഇപ്പോൾ പാലക്കാട് നിന്ന് കോഴിക്കോടിലോട്ട് പോകുമ്പോൾ 5 ജംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് കോഴിക്കോട് എന്ന് വിചാരിക്കുക ഒരു വഴി 10 ജംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് വേറൊരു വഴി കൊണ്ട് 25 ജംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് വേറൊരു വഴി. അപ്പോൾ 3 വഴി എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, ഓരോ ജംഗ്ഷനിലും എനിക്ക് ഇത്രയും ടൈം സ്പെൻഡ് ആവും. അപ്പോൾ ജംഗ്ഷൻ ഏറ്റവും കുറഞ്ഞുള്ള കട ഞാൻ പോവാം. അപ്പോൾ 5 ജംഗ്ഷനുള്ള കട പോവാം. അതേപോലെ ഒരു റൂട്ടറിന് ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടിയിട്ട് എത്ര റൂട്ടർ കഴിഞ്ഞിട്ടാണ് ഡെസ്റ്റിനേഷൻ നോക്കും. അതിനാണ് ഹോപ്പ് എന്ന് വിളിക്കുക, ഹോപ്പ് കൗണ്ട്. അപ്പോൾ ഏറ്റവും ഹോപ്പ് കൗണ്ട് കുറഞ്ഞതിനാണ് ബെസ്റ്റ് റൂട്ട് ആയിട്ട് എന്ത് ചെയ്യുന്നത്, തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ റിപ്പിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി റിപ്പിനെ കുറിച്ച് തന്നെ നിങ്ങൾക്ക് കുറേ പഠിക്കാനുണ്ട്. നമുക്ക് റിപ്പ് വെർഷൻ 1 റിപ്പ് വെർഷൻ 2 ഉണ്ടല്ലോ. അപ്പോൾ റിപ്പ് വെർഷൻ 1 എന്താണ്, 2 എന്താണ്, അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് പഠിക്കാനുണ്ട്. അതിനുശേഷം EIGRPയെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ലിങ്ക് സ്റ്റേറ്റിലോട്ട് കിടക്കുക. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് വെക്ടറിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ബെസ്റ്റ് റൂട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്താ യൂസ് ചെയ്യുന്നത്? റിപ്പിൽ ബെസ്റ്റ് റൂട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഹോപ്പ് കൗണ്ട് ആണ്. ഹോപ്പ് കൗണ്ട്. ഓക്കെ, ബെസ്റ്റ് എത്ര നെറ്റ്വർക്ക് കഴിഞ്ഞിട്ടാണ് ഡെസ്റ്റിനേഷനിൽ എത്തേണ്ടത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൽ എന്താ പറയുക, ഒരു പ്രശ്നമുണ്ട് റിപ്പിന്. ഇതിൻ്റെ മാക്സിമം ഹോപ്പ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 15 ആണ്. ഇപ്പോൾ ഒരു റൂട്ടർ നമ്മളിങ്ങനെ കണക്ട് ചെയ്തു, അടുത്തത് ഇങ്ങനെ കണക്ട് ചെയ്തു, അടുത്തത് ഇങ്ങനെ കണക്ട് ചെയ്തു, ഇങ്ങനെ കണക്ട് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുക. ഓരോ റൂട്ടറുകൾ തമ്മിൽ ഇങ്ങനെ മാല പോലെ കോർത്ത് പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് എത്താൻ ഹോപ്പ് കൗണ്ട് എത്രയാണ്? 1 2 2ആണ്. ഇങ്ങോട്ട് എത്തണമെങ്കിൽ 3 ആണ്. അങ്ങനെ പോയി 15 എണ്ണം കഴിഞ്ഞ് 16ാമതൊരു ഡെസ്റ്റിനേഷൻ ഉണ്ടെന്ന് നോക്കുക. റിപ്പ് സപ്പോർട്ട് ചെയ്യില്ല. റിപ്പിൻ്റെ മാക്സിമം ഹോപ്പ് കൗണ്ട് എന്ന് പറയുന്നത് 15 ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്.
റിപ്പിൻ്റെ ഹോപ്പ് കൗണ്ട് 15 ആണ്. അപ്പോൾ ചെറിയ നെറ്റ്വർക്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, റിപ്പിന് 2 വെർഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് റിപ്പ് വെർഷൻ 1ഉം ഒന്ന് റിപ്പ് വെർഷൻ 2ഉം. റിപ്പ് വെർഷൻ 1 എന്തായിരുന്നു, സിസ്കോ പ്രൊപ്പറേറ്ററി ആയിരുന്നു. അതിന് ശേഷമാണ് എന്ത് വന്നത്, റിപ്പ് വെർഷൻ 2 വന്നത്. റിപ്പ് വെർഷൻ 2 എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് ആയി. അപ്പോൾ ഈ റിപ്പ് വെർഷൻ 1ഉം റിപ്പ് വെർഷൻ 2ഉം IP വെർഷൻ 4ലാണ് സപ്പോർട്ട് ചെയ്യുക. ഇത് രണ്ടും IP വെർഷൻ 4ലാണ് സപ്പോർട്ട് ചെയ്യുക. വേറൊന്നു കൂടി ഉണ്ട്, റിപ്പ് NG എന്ന് പറയുന്നുണ്ട്, നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയും. ഓക്കെ, റൗട്ടിംഗ് അത് IP വെർഷൻ 6ലാണ് സപ്പോർട്ട് ചെയ്യുക. ഇത് IP വെർഷൻ 6ലാണ് സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ റിപ്പിൽ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിപ്പിൽ 2 മെസ്സേജ് അയക്കുക. ഒന്ന്, ഒരു റൂട്ടർ അതിൻ്റെ നൈബറിന് റിപ്പ് രണ്ട് റൂട്ടറിൽ റിപ്പ് വരണം കേട്ടോ. ഒരു റൂട്ടറിൽ റിപ്പ് ചെയ്തു, അതിൻ്റെ നൈബറിൽ നമ്മൾ റിപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു റൂട്ടർ അതിൻ്റെ നൈബറിന് എന്ത് ചെയ്യും, ആദ്യം ഒരു റിക്വസ്റ്റ് അയക്കും. എന്താണ്, എനിക്കിങ്ങനെ ടേബിൾ വേണം എന്നുള്ളത് അയക്കും. ഓക്കെ, റിപ്പ് എനേബിൾ ചെയ്ത റൂട്ടറിന് മാത്രമാണ് അയക്കുക. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യും, അവരുടെ ടേബിൾ, ലോക്കൽ ടേബിൾ, ആ റൂട്ടർ അതിൻ്റെ ടേബിൾ എന്ത് ചെയ്യുന്നു, ഇവർക്ക് അയച്ചു കൊടുക്കും. ഇങ്ങനെ ഒന്ന് റിക്വസ്റ്റും അയക്കും, അതേപോലെ അവിടെ നിങ്ങളുടെ ഒരു റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അങ്ങനെ ഇവരെന്ത് ചെയ്യും, ഇവരുടെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും എന്നുള്ളതാണ്. ഇത് എല്ലാ 30 സെക്കൻഡ് ഇടവിട്ടിട്ടും ഇവരെന്ത് ചെയ്യും, ഇവരുടെ ഈ ഒരു റൂട്ടിംഗ് ടേബിൾ അയച്ചു കൊടുക്കുന്നുണ്ട്. കാരണം റൂട്ടിൽ എന്തെങ്കിലും മാറ്റം വന്ന് അറിയണ്ടേ. ഇപ്പോൾ ഒരു റൂട്ടർ നമ്മൾ ഫസ്റ്റ് മാത്രമേ ഈ റൂട്ടിംഗ് ടേബിൾ അയച്ചു കൊടുക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഈ റൂട്ടറിൽ എന്ത് മാറ്റം വന്നാലും ഇവർ അറിയാൻ പോകില്ല. അതുകൊണ്ട് എല്ലാ 30 സെക്കൻഡ് ഇടവിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ റൂട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ ഫസ്റ്റ് റിപ്പ് വെച്ചിട്ട് നമുക്കൊരു ലാബ് ചെയ്യാം. എങ്ങനെയാണ് റിപ്പ് വെച്ചിട്ട് നമ്മൾ സിസ്റ്റങ്ങളെ പരസ്പരം കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ലാബിലോട്ട് പോവാം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞതിൽ സ്റ്റാറ്റിക് റൂട്ടിങ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ടേബിൾ നമ്മുടെ ഉണ്ടായിരുന്നു, ഒരു ലാബുണ്ട്. ഞാൻ നോക്കട്ടെ, ആ ലാബിലെ നിലവിലുള്ള സ്റ്റാറ്റിക് നമുക്ക് റിമൂവ് ചെയ്തിട്ട് അതിൽ തന്നെ നമുക്ക് റിപ്പ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ലാബ്. ഇതിൽ ഞാൻ നോക്കട്ടെ, ഇതിൽ നമ്മൾ സ്റ്റാറ്റിക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. എനേബിൾ ഷോ IP റൂട്ട്, സിയും എല്ലും മാത്രമേ ഉള്ളൂ. സിയും എല്ലും എന്ന് പറഞ്ഞാൽ ഇതിൽ റൂട്ടിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇനി വേണമെങ്കിൽ ഷോ സ്റ്റാർട്ടപ്പ് കോൺഫിഗ് അടിച്ചിട്ട് നമുക്ക് റൂട്ടിലെ എല്ലാ ഇൻഫർമേഷനും കാണിച്ചു തരാം. ഇപ്പോൾ ഷോ സ്റ്റാർട്ടപ്പ് കോൺഫിഗ് അടിച്ചാൽ IP കൊടുത്തതുണ്ട്, സീരിയലിൻ്റെ IPകളുണ്ട്, അതേപോലെ തന്നെ ബാക്കിയൊന്നുമില്ല. അപ്പോൾ ഇതിൽ റൂട്ടിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്കിതിൽ നോക്കാം. ഇതിൽ നമുക്ക് എനേബിൾ ഷോ സ്റ്റാർട്ടപ്പ് കോൺഫിഗ് അടിച്ച് നോക്കാം. IP കൊടുത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്, സീരിയലിനുണ്ട്, ജിഗാബിറ്റിനുണ്ട്, ഇതിനും ടേബിളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ലാബുണ്ട്, ലാബിൽ IPകളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ഇതിൽ റൂട്ടിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമ്മളിനി റിപ്പാ ചെയ്യാൻ പോണത്. റിപ്പ് വെർഷൻ 1 ചെയ്തതിന് ശേഷം നമുക്ക് റിപ്പ് വെർഷൻ 2 ചെയ്യാം. റിപ്പ് വെർഷൻ 1 റിപ്പിനെ കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഇനി നമുക്കിത് ചെയ്തതിന് ശേഷം വിശദമായിട്ട് കുറച്ച് കാര്യങ്ങളൂടെ നോക്കാനുണ്ട്. അപ്പോൾ നമുക്കിതിൽ ആദ്യം റിപ്പ് വെർഷൻ 1 ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ഒരു റൂട്ടറിൻ്റെ കയ്യിൽ എന്തുണ്ടാവുക, റൂട്ടിംഗ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഷോ IP റൂട്ട് എന്ന് അടിച്ചാൽ അതിൻ്റെ ഇൻഫർമേഷൻ മാത്രം ഉണ്ടാവുക അല്ലേ. സി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി കണക്റ്റഡ് നെറ്റ്വർക്ക്, എൽ എന്ന് പറഞ്ഞാൽ ഏത് ലോക്കൽ ഇൻ്റർഫേസുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ആ നെറ്റ്വർക്ക് എന്നുള്ള. ഞാൻ ഇതിന് മുമ്പ് അത് വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളിനി ഇതിൽ ചെയ്യാൻ പോണത് എന്താണ്, റിപ്പാ ചെയ്യാൻ പോണേ. നേരെ കോൺഫിഗർ ടെർമിനലിൽ പോവാം. റൗട്ടർ എന്ന് ടൈപ്പ് ചെയ്യുക, റൗട്ടർ സ്പേസ് റിപ്പ്, നമ്മൾ റിപ്പാ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റൗട്ടർ സ്പേസ് റിപ്പ് എന്ന് അടിച്ച് എൻ്റർ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ആ റൗട്ടറിൻ്റെ കോൺഫിഗറേഷൻ മോഡിൽ എഴുതിയിരിക്കണം, ഉണ്ടാവും ഇങ്ങനെ വരിക, റൗട്ടർ കോൺഫിഗ് എന്നിട്ടിട്ട് റൗട്ടർ. ഇനി നമ്മൾ എന്ത് ടൈപ്പ് ചെയ്യുക, നെറ്റ്വർക്ക് സ്പേസ്. ആകെ കൊടുക്കേണ്ട കാര്യം റൗട്ടിങ്ങിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, റിപ്പ് നമ്മൾ ചെയ്യുമ്പോൾ റിപ്പിൽ നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. മറ്റ് സ്റ്റാറ്റിക് പോലെയൊന്നും അല്ല, റിപ്പൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. റിപ്പിൽ എന്താ ചെയ്യുക, ഒരു റൂട്ടറിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഇപ്പോൾ ഒരു റൂട്ടർ എടുത്തു കഴിഞ്ഞാൽ ആ റൂട്ടറിൻ്റെ ഫസ്റ്റ് നമ്മൾ കോൺഫിഗർ ടെർമിനലിൽ ഇരിക്കണം. നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് എന്താണ്, റൗട്ടർ സ്പേസ് റിപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്തത് എന്താ, നെറ്റ്വർക്ക് സ്പേസ് ഡയറക്റ്റ്ലി കണക്റ്റഡ് നെറ്റ്വർക്ക്.
ആ റൂട്ടറുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്ത നെറ്റ്വർക്കിന്റെ ഡീറ്റെയിൽസ് മാത്രമാണ് കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മളിവിടെ ടൈപ്പ് ചെയ്യേണ്ടത് എന്താണ്? ഡയറക്ട്ലി കണക്റ്റഡ് നെറ്റ്വർക്ക്. അങ്ങനെ നേരിട്ട് എത്ര നെറ്റ്വർക്ക് കണക്ട് ചെയ്തിട്ടുണ്ടോ അത്രയും നെറ്റ്വർക്ക് നമ്മൾ 1 by 1 ആയിട്ട് ടൈപ്പ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ലാസ്റ്റ് സേവ് ചെയ്യണം. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഡയറക്ട്ലി കണക്ട് ചെയ്ത നെറ്റ്വർക്ക് എവിടുന്ന കിട്ടുക? ആ റൂട്ടറുമായിട്ട് നേരിട്ട് ഏത് നെറ്റ്വർക്കാണോ കണക്ട് ചെയ്ത് അതല്ലേ അതിന്റെ ഡയറക്ട്ലി കണക്റ്റഡ് നെറ്റ്വർക്ക്. ഇപ്പോൾ ഇതാണ് ഒന്ന് ഒരു ഡയറക്ട്ലി കണക്റ്റഡ് നെറ്റ്വർക്ക്. വേറൊരു ഡയറക്ട്ലി കണക്റ്റഡ് നെറ്റ്വർക്ക് ഇതാണ്. വേറൊരു ഡയറക്ട്ലി കണക്റ്റഡ് നെറ്റ്വർക്ക് ഇതാണ്. എന്ന് വെച്ചാൽ ഒരു നെറ്റ്വർക്ക് ഇതാണ്, ഈ റൂട്ടറുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്ത നെറ്റ്വർക്ക് ഒന്ന് ഇതാണ്, ഒന്ന് ഈ ഒരു നെറ്റ്വർക്കാണ്, കാരണം ഈ ഒരു കേബിൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്കാണ്. പിന്നെ ഡയറക്ട്ലി കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു നെറ്റ്വർക്കാണ്. അങ്ങനെ 3 നെറ്റ്വർക്കാണ്. അപ്പോൾ നമ്മൾ നെറ്റ്വർക്ക് സ്പേസ് 10.0.0.0 അതാണ് ഫസ്റ്റത്തെ നെറ്റ്വർക്ക് സ്പേസ്. നമ്മളിവിടെ സബ്നെറ്റ് മാസ്ക് ഒന്നും കൊടുക്കേണ്ടതില്ല. ഒരു റൂട്ടർ റിപ്പിലൊക്കെ ഒരു റൂട്ടർ അതിൻ്റെ നൈബറിന് ഡീറ്റെയിൽസ് അയക്കുന്ന സമയത്ത് നെറ്റ്വർക്കിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ അയച്ചു കൊടുക്കുകയുള്ളൂ, സബ്നെറ്റ് മാസ്കിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കില്ല. അപ്പോൾ അത് മാത്രം കൊടുത്തു. നെറ്റ്വർക്ക് സ്പേസ് അടുത്തത് നെറ്റ്വർക്ക് സ്പേസ് 192.168.10.0. വേറെ നെറ്റ്വർക്ക് ഉണ്ടല്ലോ, നെറ്റ്വർക്ക് സ്പേസ് 192.168.40.0. 3 നെറ്റ്വർക്കും കൊടുത്തു, സേവ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം റിപ്പ് എനേബിൾ ചെയ്തു, ഈ 3 നെറ്റ്വർക്ക് കൊടുത്തു, സേവ് ചെയ്തു. ഇനി നമുക്ക് നേരെ ഇതിൽ പോവാം. ഈ നെറ്റ്വർക്കിൽ എന്താ ചെയ്യാം? ഇതിലും അതേപോലെ തന്നെ എന്തൊക്കെ കൊടുക്കുക? എനേബിൾ, ആദ്യം കോൺഫിഗർ ടെർമിനലിൽ പോവുക, റൗട്ടർ സ്പേസ് റിപ്പ് എന്നടിക്കുക, നെറ്റ്വർക്ക് സ്പേസ് 192.168.10.0. ഫസ്റ്റ് ഏത് നെറ്റ്വർക്ക് ആണെങ്കിലും ആദ്യം കൊടുക്കാം. അപ്പോൾ ഞാൻ 192.168.10.0 എന്നുള്ള മെസ്സേജ് എന്ന നെറ്റ്വർക്ക് കൊടുത്തു. അത് ഏതാ നെറ്റ്വർക്ക്? ഈ നെറ്റ്വർക്കാണ് 192.168.10.0. അടുത്ത നെറ്റ്വർക്ക് സ്പേസ് 20.0.0. സ്പെല്ലിംഗ് മാറി, നെറ്റ്വർക്ക് 20.0.0. അടുത്തത് നെറ്റ്വർക്ക് സ്പേസ് ഏതാണ്? 192.168.20.1. ഈ 3 ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തു. ഷോ IP റൂട്ട് വേണമെങ്കിൽ ടൈപ്പ് നോക്കാം. ഇപ്പം നോക്കി 6 എന്ന് പറയുന്ന ഒരു സാധനം കൂടെ വന്നു ഇവിടെ, അല്ലേ? 6 എന്ന് പറഞ്ഞാൽ എന്താ? റിപ്പാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ 3 ഡീറ്റെയിൽസും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ, 192.168.20 കാര്യവും അതേപോലെ 20 എന്ന് പറഞ്ഞ സ്വന്തം നെറ്റ്വർക്കും പിന്നെ 10 എന്ന് പറയുന്ന 3 നെറ്റ്വർക്ക്. അപ്പോൾ 3 നെറ്റ്വർക്കിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ ടൈപ്പ് ചെയ്തു. ഇനി നമുക്ക് ഇതിൽ പോവാം. ഇതിൽ നമുക്ക് ഫസ്റ്റ് ഇതേപോലെ തന്നെ എനേബിൾ, കോൺഫിഗർ ടെർമിനൽ, റൗട്ടർ സ്പേസ് റിപ്പ്, നെറ്റ്വർക്ക് സ്പേസ് ഒരു നെറ്റ്വർക്ക് 40 ആണ്, അപ്പോൾ 40. അടുത്ത നെറ്റ്വർക്ക് 192.168.40.0. അടുത്ത നെറ്റ്വർക്ക് 192.168.30.0. ഈ നെറ്റ്വർക്ക് അല്ലേ, ഈ താഴത്തോട്ടുള്ളത് ഇതും കൊടുത്തു. 3 എണ്ണം കൊടുത്തു, എൻ്റർ കൊടുത്തു, സേവ് ചെയ്തു. ഇനി 4-മത്തതിന് പോവാം. എനേബിൾ, കോൺഫിഗർ ടെർമിനൽ, റൗട്ടർ സ്പേസ് റിപ്പ്, നെറ്റ്വർക്ക് സ്പേസ് 192.168.20.0. നെറ്റ്വർക്ക് സ്പേസ് 30.0.0. നെറ്റ്വർക്ക് സ്പേസ് 192.168.30.0. സേവ് ചെയ്തു. നമുക്ക് ഷോ സ്റ്റാർട്ടപ്പ് കോൺഫിഗ് അടിച്ചാലേ നമ്മൾ അടിച്ച ടേബിളൊക്കെ കാണാൻ പറ്റും. ഇതാ 3 ടേബിൾ അടിച്ചിരിക്കണേന്ന് കാണാൻ പറ്റും. ഈ റൂട്ടറിനകത്ത് സ്റ്റാറ്റിക് ഡൈനാമിക് ഉണ്ട്, ഡൈനാമിക് കളഞ്ഞിട്ടില്ല. നമുക്ക് ഡൈനാമിക് കളയാം. ഇതാ അവിടെ ഇത് കണ്ടോ, റിപ്പ് ഉണ്ട് ഇവിടെ, റിപ്പിൻ്റെ താഴെ ഡൈനാമിക് കണ്ടോ? കഴിഞ്ഞ ലാബിൽ ഞാൻ ചെയ്തു വെച്ച ഡൈനാമിക് ആണിത്. അത് കളയാം. കോൺഫിഗർ ടെർമിനൽ, നോ IP റൂട്ട്,
നോ ഐ പി റൂട്ട് എന്ന് എഴുതിയിട്ട് സേവ് ചെയ്താൽ മതി. ഇനി ഷോ സ്റ്റാർട്ടപ്പ് കോൺഫിഗ് അടിച്ചാൽ റിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. റിപ്പിൻ്റെ താഴത്ത് പോയിട്ടുണ്ടാവും. കണ്ടില്ലേ? ഇതിലുണ്ടോ നോക്കാൻ ഞാൻ ബാക്കി മുകളിലെ 2 എണ്ണം ചെക്ക് ചെയ്തിരുന്നു, താഴത്തെ 2 എണ്ണം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നോക്കട്ടെ. ഷോ സ്റ്റാർട്ടപ്പ് കോൺഫിഗ് ഇതിലുണ്ട്. കണ്ടോ? ഇത് നമ്മൾ ഡൈനാമിക്കാണത്, ഡൈനാമിക് ഡിഫാൾട്ടാണത് അല്ലേ? കോൺഫിഗർ ടെർമിനൽ നോ ഐ പി റൂട്ട് കളയാൻ സുഖമാണ്. സേവ് ചെയ്തു, അതും പോയി. ഇപ്പം എല്ലാത്തിലും റിപ്പ് മാത്രമേ ഉള്ളൂ അല്ലേ? ഇപ്പം എല്ലാം തമ്മിൽ എന്ത് ചെയ്യും? പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഐ പി ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിങ് ചെയ്ത് നോക്കാം. പിങ് സ്പേസ് 20.0.0.1. ഇരുപതിലോട്ട് പിങ്ങാണ്ട് 30 പിങ്ങാണ്ടോ നോക്കാം. ഇപ്പം എല്ലാം തമ്മിൽ ഇപ്പം 4 റൂട്ടുകൾ നമ്മൾ റിപ്പ് ചെയ്തതുകൊണ്ട് 4 റൂട്ടിങ്ങും തമ്മിൽ റിപ്പ് വേർഷൻ 1 ആണ് ചെയ്തത്. 4 റൂട്ടുകൾ തമ്മിൽ 4 നെറ്റ്വർക്ക് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലിപ്പോൾ ഇതിൽ ചെയ്യുന്നതിന് മുമ്പ് പാസീവ് ഇൻ്റർഫേസ് അതേപോലെ തന്നെ ലൂപ്പ് ബാക്ക് കൊടുക്കണം റൂട്ടറിന്. അത് ഞാൻ വിട്ടുപോയതല്ല, അതിനെക്കുറിച്ച് ഒരു വിശദമായിട്ടൊരു ക്ലാസ് പറയുന്നുണ്ട്. ഇപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് കൺഫ്യൂഷൻ ആവണ്ട, ഞാൻ ലാസ്റ്റ് റൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പറയാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. പാസീവ് ഇൻ്റർഫേസ് അതേപോലെ തന്നെ ലൂപ്പ് ബാക്ക് കൊടുക്കുന്നത്, ഈ 2 കാര്യങ്ങൾ. അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല, അത് ഞാൻ പറഞ്ഞുതരാം ഈ ക്ലാസ്. ഇപ്പോൾ റൂട്ടിങ്ങിൻ്റെ ഇൻഫർമേഷൻ, റിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ കഴിയട്ടെ, എല്ലാ റൂട്ടിങ്ങും കഴിയട്ടെ, എന്നിട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഇത്രയാണ്. ഇതാണ് റിപ്പിൽ ഇങ്ങനെയാണ് നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്. ഇതിന് റിമൂവ് ചെയ്യാൻ അറിയണം, അതേപോലെ റിപ്പ് വേർഷൻ 2 ചെയ്യാൻ അറിയണം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും CCNA ഒക്കെ പേഴ്സണൽ ട്രെയിനിങ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കാം. ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. അതിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല, നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് മാത്രമേ ഉള്ളതിൽ. അപ്പോൾ അതിനുള്ള ബാക്കിയുള്ള ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്രെയിനിങ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ CCNA നോട്ട്ബുക്ക് ഉണ്ട്, ഞാൻ എഴുതി തയ്യാറാക്കിയ നോട്ട്ബുക്ക് ഉണ്ട്, അതിന് ചാർജ് ഉണ്ട്. അപ്പോൾ അതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റ്, റിപ്പ് എങ്ങനെ റിമൂവ് ചെയ്യുന്നത്, അതേപോലെ തന്നെ റിപ്പ് വേർഷൻ 2 എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം.